പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. ഈ ഗാന്ധി ജയന്തി ദിനവും ഒപ്പം നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകതകൾ എഴുത്തിനിരുത്തുന്ന കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ദിവസമാണ്. സാധാരണ പരമ്പരാഗതമായി വിജയദശമി ദിനം ആണ് കുട്ടികളെ എഴുത്തിനിരുത്തുക. എന്നാൽ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ അക്ഷരങ്ങൾ നിഷേധിക്കപ്പെട്ട, പ്രത്യേകിച്ച് ആദിവാസി ദളിത് കുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നമുക്കറിയാം 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ അക്ഷരങ്ങൾ നുകർന്നു കൊടുക്കുക. പരമ്പരാഗതമായി വിളക്ക് വെച്ച് ഈശ്വരനാമം ജപിച്ച് കുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്നതിന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഹരിശ്രീ ഇണയപദനമ എന്ന് പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തായി അമ്മ എന്ന അക്ഷരം കുറിച്ചുകൊണ്ട് സ്വന്തം അമ്മ തന്നെ കുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന ഈ ഗാന്ധി ജയന്തി ദിനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനാണ്. നമ്മുടെ സമൂഹത്തിലെ നിരവധി മാറ്റങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ രാമദാസ് കതിരൂരാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സാധാരണ സ്വാത്വികമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ആദ്യ അക്ഷരം കുട്ടികൾക്ക് നുകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്ന ശ്രീ രാമദാസ് കതിരൂർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന രാംദാസ് സാറിനും പിന്നെ ചേട്ടനും പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഉദ്ഘാടനത്തിനായി രാംദാസ് സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ്. ചരിത്രം സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വലിയ സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും ഒക്കെ ആകത്തുകയായിട്ട് ഒരു ചരിത്രം രചിക്കുകയായിരുന്നു. ചരിത്രം തിരുത്തുകയല്ല, യഥാർത്ഥത്തിൽ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് പുതിയ ചരിത്രം രചിക്കുകയാണ്. മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ, ഗാന്ധി മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ ആർലഫോമിലെ ഗോത്ര മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ആദ്യാക്ഷരം നൽകുക. അമ്മയോളം വലിയ ഗുരുനാഥൻ മറ്റൊരാളില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം അമ്മയെ കൊണ്ട് തന്നെ അവർ ആദ്യാക്ഷരം എഴുതിപ്പിക്കുക. ഒരുപക്ഷെ നാടാടെ ഇത്തരമൊരു എഴുത്തിനിരുത്ത് അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കൽ ആദ്യമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊരു സമരമാണ്. അത്ര ലളിതമായൊരു സമരമല്ല, നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണ്. എഴുത്തും വായനയും അക്ഷരാഭ്യാസവും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം അത്രയേറെ അകലെയല്ല. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് നിന്നാണ് നമ്മൾ പതുക്കെ നടന്ന് കൂടിയെത്തി. ഇപ്പോഴും അതിന് ചില നെറികെട്ട ഒരു മോശം പ്രവണത നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അടുത്ത കാലത്തായി നടന്ന ഒരുപാട് സംഭവങ്ങൾ, അതിലൊന്ന് ഏറ്റവും ഭയാനകരമായ, ആധുനിക സമൂഹത്തിൽ ഏറ്റവും ഭയാനകരമായി തോന്നുന്നു ഈ അടുത്ത 2 ആഴ്ച മുമ്പേ ഗുരുവായൂർ അമ്പലത്തിലെ കുളത്തിൽ ഒരു കുട്ടി, ഒരു നടി കാല് കഴുകിയതിന് പേരിൽ കുളമാകെ വൃത്തിയാക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്ത ആധുനിക കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൻ്റെ ഏറ്റവും ഭയാനകരമായ സംഭവമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലാണ് പുതിയ ഒരു
രീതിയിൽ കുട്ടികളെ കൊണ്ട് ആദ്യാക്ഷരം കുറിക്കാൻ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ തീരുമാനിച്ചത് ആരംഭിക്കുകയാണ്. അവരുടെ അമ്മമാർ തന്നെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പുറത്തെടുക്കുന്നു. പറഞ്ഞു കൊടുക്കുക. പറഞ്ഞോണ്ട് ഒച്ച പറഞ്ഞായി അവിടെ പറഞ്ഞു. കുഞ്ഞായി ഒച്ച പറഞ്ഞേ. അമ്മ പറഞ്ഞു ഉറക്കണം പറഞ്ഞു. സ്നേഹം കൊണ്ടിരിക്കുക. സ്നേഹം സ്നേഹം പുറത്തൊരു പറഞ്ഞു. ബ്ലാക്ക് എടുത്ത് ബ്ലാക്ക്. എൻ്റെ ഇതിൽ ക്യാമറ പറഞ്ഞ പെൻസിൽ നേരെ പിടിക്ക്. പറഞ്ഞ അമ്മ സ്നേഹം സ്നേഹം